നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് ചരിത്ര ജയം. ഇംഗ്ലണ്ടിനെ 336 റൺസിന് തോൽപ്പിച്ച ഇന്ത്യ എഡ്ജ്ബാസ്റ്റണിൽ ആദ്യമായാണ് വിജയം സ്വന്തമാക്കുന്നത്. 608 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 271 റൺസിന് പുറത്തായി. 6 വിക്കറ്റ് വീഴ്ത്തിയ പേസർ ആകാശ് ദീപാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർത്തത്. ക്യാപ്റ്റനായ ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ ജയമാണിത്. ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒപ്പമെത്തി. വീണ ജോർജിനെ വിമർശിച്ച സിപിഎം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനം. സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റാണ് തീരുമാനം കൈക്കൊണ്ടത്. ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മന്ത്രിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആറന്മുള നിയോജക മണ്ഡലത്തിൽ വ്യാഴാഴ്ച വിശദീകരണ യോഗം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിന്ദുവിന്റെ മരണം ഹൃദയഭേദകമെന്നും സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും വീണ ജോർജ്. സർക്കാരിൽ വിശ്വാസമുണ്ടെന്നായിരുന്നു ബിന്ദുവിന്റെ ഭർത്താവിന്റെ പ്രതികരണം. സർക്കാർ ഒപ്പമുണ്ടെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്നും രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ ലഭിച്ചെന്നും വിശ്രുതൻ. ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ഇക്കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. മകളുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായും നൽകുമെന്നും മന്ത്രി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അക്രമാസക്തരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസ് UDF നേതൃത്വം ഇടപെട്ട് നിലയ്ക്ക് നിർത്തണം. പ്രതിഷേധങ്ങൾക്ക് ജനാധിപത്യ മാർഗങ്ങളുണ്ടെന്നും അത് മറികടന്ന മന്ത്രിയെ ശാരീരികമായി അപായപ്പെടുത്താനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും മന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ദൌർഭാഗ്യകരമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഇതിന്റെ പേരിൽ സിസ്റ്റം ആകെ മോശമാണെന്ന് ചിത്രീകരിക്കരുത്. പ്രതിഷേധങ്ങൾക്ക് ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട്, പക്ഷേ അതിരുവിടരുത്. മന്ത്രിമാരുടെ വീടുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധങ്ങൾ ശരിയല്ലെന്നും സ്പീക്കർ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഏതനെ വിലങ്ങുവെക്കാൻ പോലീസ് ശ്രമിച്ചതോടെ പ്രവർത്തകർ പോലീസ് വാഹനം വളഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ണൂർ പുതിയ തെരുവിൽ ദേശീയപാത ഉപരോധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് മന്ത്രി വീണ ജോർജിന്റെ സമ്മർദ്ദത്തിലാണെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു. പോലീസിൽ നിന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്നും കയ്യാമം വെച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്യിക്കുന്നത് വീണ ജോർജിന്റെ ക്രൂര വിനോദമാണെന്നും മധു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മിന്നൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് സെക്രട്ടറി PK ഫിറോസ്. DYFI തടയാൻ ശ്രമിച്ചാൽ അത് മറികടന്നും സമരം നടത്തും. ജ്യോതി മൽഹോത്ര വിഷയം വിശദീകരിക്കേണ്ടത് മന്ത്രി റിയാസ് ആണെന്നും PK ഫിറോസ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി സർക്കാർ. ഫയർഫോഴ്സ്, പൊതുമരാമത്ത് അടക്കം വിവിധ വകുപ്പുകളോട് കളക്ടർ റിപ്പോർട്ട് തേടി. പത്തനംതിട്ട കിടങ്ങന്നൂർ വല്ലന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ശിലാഫലകം അടിച്ചു തകർത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടെ ആക്രമണം നടത്തിയെന്നാണ് FIR. മെഡിക്കൽ ഓഫീസർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. പാലക്കാട് നിപ സ്ഥിരീകരിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 കുട്ടികൾക്ക് കൂടി പനി ബാധിച്ചു. യുവതിയുടെ മകൾക്കും സമ്പർക്ക പട്ടികയിലുള്ള മറ്റൊരു കുട്ടിക്കുമാണ് പനി ബാധിച്ചത്. ഇവർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടികളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. നിപ ബാധിച്ച് മരിച്ച മലപ്പുറം മങ്കട സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നഴ്സിന്റെ ഫലം നെഗറ്റീവാണ്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനെ ചൊല്ലി VCയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നേർക്കുനേർ. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചെന്ന് ഇടതംഗങ്ങളും സിൻഡിക്കേറ്റ് തീരുമാനത്തിന് നിയമസാധുതയില്ലെന്ന് താൽക്കാലിക VC സിസ തോമസ്. രജിസ്ട്രാറുടെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗമാണ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായത്. ജഡ്ജി N നഗരേഷിനെതിരെ CPM നേതാവ് K അനിൽകുമാർ. കാവിക്കൊടിയേന്തിയ വനിതയുടെ ചിത്രത്തിന് എന്താണ് കുഴപ്പമെന്ന് ഒരു ജഡ്ജി ചോദിച്ചാൽ ആ ജഡ്ജിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അനിൽകുമാർ. ജഡ്ജി മുൻപ് ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ അംഗമായിരിക്കാം. ന്യായാധിപനായി കഴിഞ്ഞാൽ ആ ബന്ധം വിധി പ്രസ്താവത്തിൽ വരാൻ പാടില്ലെന്നും അനിൽകുമാർ. ഭാരതാംബ ചിത്രവിവാദത്തിലാണ് പ്രതികരണം.
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തങ്ങുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിദഗ്ധർ എത്തി. തകരാർ ഇവിടെ തന്നെ പരിഹരിക്കാനാണ് ശ്രമം. അതിന് സാധിച്ചില്ലെങ്കിൽ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമായ F-35 എയർലിഫ്റ്റ് ചെയ്യും. ബ്രിട്ടീഷ് എയർഫോഴ്സിലെ എഞ്ചിനീയർമാർ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷം ബ്രിട്ടീഷ് വിമാനം മടങ്ങി. എരുമേലിയിൽ വാപുര ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ ദേവസ്വം മന്ത്രി VN വാസവൻ ശബരിമല വിശ്വാസങ്ങൾ മാറ്റിമറിക്കാനാവില്ലെന്നും വർഷങ്ങളുടെ ചരിത്രമുള്ള വാവരുപള്ളിയിലെ വലംവയ്ക്കൽ സംരക്ഷിക്കുമെന്നും ദേവസ്വം മന്ത്രി. എരുമേലി മതേതര സംഗമ ഭൂമിയാണെന്നും വിഭാഗീയത സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്നും VN വാസവൻ. തിരുവമ്പാടി നിയമസഭാ സീറ്റ് വിട്ടുനൽകാനൊരുങ്ങി മുസ്ലിം ലീഗ്. തിരുവമ്പാടിക്ക് പകരം തവനൂരോ പട്ടാമ്പിയോ ലക്ഷ്യമിട്ടാണ് നീക്കം. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കൊപ്പം മണ്ഡലത്തിലെ മത സാമുദായിക സാഹചര്യങ്ങളും പരിഗണിച്ചുള്ള നീക്കത്തിൽ കോൺഗ്രസും അനുകൂല നിലപാടിലാണ്. തിരുവമ്പാടി സീറ്റ് വിട്ടുനൽകുന്നതിൽ ലീഗ് കോഴിക്കോട് ജില്ലാ ഘടകത്തിന് എതിർപ്പ്. സീറ്റ് വിട്ടുനൽകാൻ ആലോചിച്ചിട്ടില്ലെന്നും ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ. നെല്ലിയാമ്പതി നാടുകാണി അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികനായ നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഓഫീസർ അജ്മലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. സമയത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗാലക്സിയും കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന CKB ബസ്സിലെ ജീവനക്കാരും തമ്മിലാണ് തർക്കമുണ്ടായത്. പൂർണ്ണ ഗർഭിണിയുമായി സഞ്ചരിച്ച ആംബുലൻസ് 2 വാഹനങ്ങളിൽ ഇടിച്ചു. തിരുവനന്തപുരം കടക്കാവൂരിൽ നിന്ന് SAT ആശുപത്രിയിലേക്ക് പോയി ഗർഭിണിയെയും കൊണ്ടുപോയ ആംബുലൻസാണ് നിയന്ത്രണം വിട്ടിടിച്ചത്. കാര്യവട്ടം അമ്പലത്തിങ്കരയിലാണ് സംഭവമുണ്ടായത്. ആംബുലൻസിന്റെ മുന്നിൽ പോയ കാർ വലത്തോട്ട് പെട്ടെന്ന് തിരിഞ്ഞതാണ് അപകടത്തിന് കാരണമായത്. ഇത്തിക്കരയാറ്റിൽ ചാടിയയാളുടെ മൃതദേഹം കണ്ടെത്തി. പൂയപ്പള്ളി സ്വദേശി പ്രമോദാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ഇത്തിക്കര കൊച്ചുപാലത്തിൽ നിന്നും ഇത്തിക്കരയാറ്റിലേക്ക് ചാടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് മണ്ണാർക്കാട് N ഷംസുദ്ദീൻ MLA ഫ്ലക്സ് ബോർഡിന് നഗരസഭയുടെ നോട്ടീസ്. MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. 2 ബോർഡുകൾക്ക് 10,000 രൂപ പിഴ ചുമത്തി. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്ത്. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിലും ജ്യോതി മൽഹോത്രയുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ കൊച്ചിയിൽ. നാളെ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. 10:40 കൊച്ചി കളമശ്ശേരി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവദിക്കും. 53 ദിവസത്തെ ദൌത്യത്തിനൊടുവിൽ മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിൽ. കരുവാരക്കുണ്ടിലെ സുൽത്താന എസ്റ്റേറ്റിനോട് ചേർന്ന് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ നിലമ്പൂർ വനമേഖലയോട് ചേർന്ന് തുടർന്ന് വിടരുതെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാമെന്ന ഉറപ്പിൽ കടുവയെ പ്രദേശത്തു നിന്ന് മാറ്റി. മലപ്പുറം കാളികാവിൽ കൂട്ടിലായ നരഭോജി കടുവയെ ഉടൻ കാട്ടിലേക്ക് വിടില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കടുവയെ വനംവകുപ്പ് സംരക്ഷണയിൽ സൂക്ഷിക്കും. വിദഗ്ധ അഭിപ്രായത്തിന് ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നും മന്ത്രി. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമല ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചു. നാട്ടുകാർ സ്വകാര്യമായി സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയിൽ സംസ്ഥാനം പരിശോധനയ്ക്കയച്ച കരടിൽ മറുപടി ലഭിച്ചെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഇത് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നീക്കം. ഇപ്പോഴത്തെ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി. ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പെരിയ കനാൽ മേഖലയിലെത്തിയ പുലി വളർത്തുനായെ ആക്രമിച്ചു. ഒരാഴ്ചയായി തോട്ടം മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ.
കൊച്ചിയിൽ സലൂണിൽ ഗുണ്ട ആക്രമണം. പാലാരിവട്ടത്താണ് സംഭവം. മുടിവെട്ടാനെത്തിയ ചെറുപ്പക്കാർക്ക് ക്രൂരമർദ്ദനമേറ്റു. കൊല്ലം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. ആക്രമിച്ചവർ ഗുണ്ടകളെന്ന് നാട്ടുകാർ. പോലീസിൽ പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതി. എളമക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡാർക്ക്നെറ്റ് ലഹരി ഇടപാടിലെ മുഖ്യപ്രതി എഡിസനെ ലഹരി വഴിയിലേക്ക് എത്തിച്ചത് സഹപാഠിയായ KV ഡിയോൾ എന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തൽ. കോടികൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് എഡിസനെ ലഹരി ഇടപാടിൽ കണ്ണിയാക്കിയത്. അറസ്റ്റിലായ 3 പ്രതികളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. വിവാഹാഭ്യർത്ഥന നിരസിച്ച വനിതാ ഡോക്ടറെ ആക്രമിച്ച് വിവാഹിതനായ സഹപ്രവർത്തകൻ. മർദ്ദനത്തിൽ പരിക്കേറ്റ 25-കാരിയായ ഡോക്ടർ കൃതികയെ ഹൊസൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടറുടെ മുഖത്തും കഴുത്തിലും കൈകളിലും പരിക്കേറ്റിട്ടുണ്ട്. ഡോക്ടർ അൻപു ശെൽവനെതിരെ അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട അടൂരിൽ അനാഥാലയത്തിൽ പെൺകുട്ടി ഗർഭിണിയായതിൽ പോലീസ് DNA പരിശോധന നടത്തും. പെൺകുട്ടി അനാഥാലയം നടത്തിപ്പുകാരുടെ മകൻ വിവാഹം ചെയ്തതിലും പ്രായപൂർത്തിയാകാതെയാണ് ഗർഭിണിയായതെന്നുള്ള കണ്ടെത്തലിലാണ് പരിശോധന. തിരുവനന്തപുരം ജവഹർ നഗറിൽ കോടികൾ വിലമതിക്കുന്ന ആഡംബര വസതി വിദേശത്തുള്ള ഉടമസ്ഥയെ അറിയാതെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈമാറ്റം ചെയ്ത കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. അറസ്റ്റിലായ 2 പേർക്ക് പുറമെ വ്യാജരേഖകൾ നിർമ്മിച്ച സംഘത്തെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. തിരുവനന്തപുരം പേരൂർക്കട വ്യാജമാല മോഷണ കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ഗുരുതര വീഴ്ച വ്യക്തമാക്കി FIR. ജീവനക്കാരിയായ ബിന്ദുവിനെ SI പ്രസാദും ASI പ്രസന്നകുമാറും ചേർന്ന് അന്യായമായി തടങ്കലിൽ വെച്ചുവെന്ന് FIR-ൽ പറയുന്നു. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.